ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ദി ഹോൾ കിറ്റ് ആൻഡ് കബോർഡ്. നമ്മളിന്ന് നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ഈ ആഴ്ച, അതായത് മെയ് 18, 2025 മുതൽ മെയ് 24, 2025 വരെ എങ്ങനെയായിരിക്കുമെന്നുള്ളതാണ്. അതിനായി നമ്മൾ 4 കാർഡുകളാണ് എടുക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അതിലാദ്യത്തെ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രസൻറ്റ് എനർജി അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടീഷനെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് എന്തൊക്കെ ഒബ്സ്റ്റാക്കിൾസാണ് നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ വരാൻ സാധ്യതയുള്ളതെന്നാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാർഡ് നിങ്ങൾ ഈ ആഴ്ചയിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങളുടെ പാസ്റ്റ് എന്തായിരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കാർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നാലാമത്തെ കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒബ്സ്റ്റാക്കിൾസിനെല്ലാം മറികടന്ന് മൂവ് ചെയ്യുമ്പോൾ ഈ ആഴ്ചയുടെ അവസാനം എന്ത് ഔട്ട്കം ആയിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്താണ് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി 4 കാർഡുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് കാർഡായിട്ട്, അതായത് പ്രസൻറ്റ് സിറ്റുവേഷനെ അല്ലെങ്കിൽ പ്രസൻറ്റ് എനർജിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാർഡായിട്ട് വന്നിട്ടുള്ളത് 2 ഓഫ് കപ്സ് ആണ്. ഇനി രണ്ടാമത്തെ കാർഡായിട്ട് വന്നിട്ടുള്ളത്, അതായത് ഒബ്സ്റ്റാക്കിൾസ് അല്ലെങ്കിൽ തടസ്സങ്ങളെ സൂചിപ്പിക്കുന്ന കാർഡായിട്ട് വന്നിട്ടുള്ളത് ഒരു മേജർ ആർക്കാന കാർഡായ ഹെർമിറ്റ് കാർഡാണ് വന്നിട്ടുള്ളത്. മൂന്നാമത്തെ, അതായത് നിങ്ങളുടെ പാസ്റ്റ് സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന് സൂചിപ്പിക്കാനായിട്ട് എടുത്തിട്ടുള്ള കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 10 ഓഫ് പെൻഡക്കിൾസ് എന്ന് പറഞ്ഞ കാർഡാണ് വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഈ ആഴ്ചയിലെ ഔട്ട്കം എന്തായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് 6 ഓഫ് സോർട്സ് എന്ന് പറഞ്ഞ കാർഡാണ്. നമുക്കിനി ഈ 4 കാർഡുകളുടെയും അർത്ഥം ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു നോക്കാം. നമുക്ക് ആദ്യം പാസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്കിവിടെ പാസ്റ്റ് കാർഡായി വന്നിട്ടുള്ളത് 10 ഓഫ് പെൻഡക്കിൾസ് എന്ന് പറഞ്ഞ കാർഡാണ്. ഇത് മീൻ ചെയ്യുന്നത് നിങ്ങൾ ഈ ആഴ്ച തുടങ്ങുന്നതിന് മുമ്പേ വളരെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലായിരുന്നു. ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കാം, റിലേഷൻഷിപ്പിലുള്ള സ്റ്റെബിലിറ്റി ആയിരിക്കാം, ഫാമിലിയിലുള്ള സ്റ്റെബിലിറ്റി ആയിരിക്കാം. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ ഒരു അബൻഡൻസ് ലെവലിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നിങ്ങൾ പുതിയൊരു പാർട്ട്ണർഷിപ്പ് എന്നുള്ള ആശയമായിട്ട് ഈ ആഴ്ചയിൽ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്. ഈ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആവാം. അങ്ങനെ ആ ഡിസിഷനിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ അതിൽ വരാവുന്ന ഒബ്സ്റ്റാക്കിൾസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് മേജർ ആർക്കാന കാർഡായിട്ടുള്ള ഹെർമിറ്റ് കാർഡാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പുതിയ പാർട്ട്ണർഷിപ്പ് തുടങ്ങി മുൻപോട്ട് പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഡിസിഷൻസ് എടുക്കുന്നതിന് മുമ്പ് വളരെയധികം ആലോചിച്ചതിന് ശേഷം മാത്രം എടുക്കുക. സെൽഫ് ഡിസ്കവറി നടത്തുക. അതായത് നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ, വീക്ക്നെസ്സിനെ ഇവയെല്ലാം പ്രോപ്പറായി തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു ഡിസിഷൻ എടുക്കുവാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഔട്ട്കം അല്ലെങ്കിൽ ഫ്യൂച്ചർ കാർഡായിട്ട് വന്നിട്ടുള്ള 6 ഓഫ് സോഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ളൊരു കാര്യമായിരിക്കില്ല. കാരണം നിങ്ങളുടെ മനസ്സ് വളരെയധികം പ്രക്ഷുബ്ധമായിരിക്കും. അപ്പോൾ ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ആ ഡിസിഷൻ നല്ലൊരു ഡിസിഷൻ ചിന്തിച്ചതിന് ശേഷം മാത്രം എടുത്ത് മുൻപോട്ട് പോകുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ഹെൽത്തി പാർട്ട്ണർഷിപ്പിലോട്ട് എത്തിപ്പെടുമെന്ന് തന്നെയാണ് 6 ഓഫ് സോർട്സ് എന്ന് പറഞ്ഞ ഫ്യൂച്ചറിലെ ഔട്ട്കം കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഈ കാർഡ് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, നമ്മൾ ആ പ്രക്ഷുബ്ധമായിട്ടുള്ളൊരു ജലാശയത്തിൽ നിന്ന് ഒരു കാമായിട്ടുള്ള ജലാശയത്തിലേക്കാണ് വഞ്ചി തുഴഞ്ഞ് പോകുന്നത്. ഇത് മീൻ ചെയ്യുന്നത് തീർച്ചയായും നിങ്ങൾ ഈ ഒബ്സ്റ്റാക്കിൾസ് എല്ലാം മറികടന്ന് പോവുകയാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റും, നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ഹെൽത്തി പാർട്ട്ണർഷിപ്പിലോട്ട് എത്തിപ്പെടാൻ പറ്റുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് ഈ ആഴ്ച ടാരോ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങളുമായി റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ദി വീഡിയോ, സബ്സ്ക്രൈബ് ദി ചാനൽ ആൻഡ് എനേബിൾ ദി നോട്ടിഫിക്കേഷൻ.